ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നേക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. എളുപ്പം തന്നെ നോക്കിയാലോ. നമുക്ക് ഉപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് അരിമണി ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട പിടിക്കാതെ നമ്മുടെ ഉപ്പ് സൂക്ഷിക്കാൻ പറ്റും. പഞ്ചസാരയിൽ പ്രാണി കയറാതിരിക്കാൻ ഇതുപോലെ 2 ഗ്രാമ്പൂ ഇട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അരിയിൽ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ കറിവേലയോ അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇലയോ ഇട്ട് സൂക്ഷിക്കാം. നമുക്ക് അതുപോലെ കടല, വൻപയർ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനകത്ത് ഇതുപോലെ നമുക്ക് ഉണക്കമുളക് ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാല് ഇത് പൂത്തു പോകാതെയും അതുപോലെ തന്നെ പ്രാണിയൊന്നും കയറാതെ ഇരിക്കാനും വളരെയധികം യൂസ്ഫുൾ ആട്ടോ. നമ്മുടെ പരിപ്പിലും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ചെറുപയറിലും ഈ സെയിം മെത്തേഡിൽ ചെയ്യാം. നാരങ്ങ നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഓരോ നാരങ്ങ സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കറക്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമ്മള് നമ്മുടെ ചാനലിൽ വേറെ മെത്തേഡിൽ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡൊക്കെ ഇട്ടിട്ടുണ്ട്. 1 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ പേപ്പറിലാണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ച നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ന്യൂസ് പേപ്പർ മാറ്റി വേറെ ന്യൂസ് പേപ്പർ ഇട്ട് ഇതുപോലെ തന്നെ വീണ്ടും നമ്മുടെ കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കണം കേട്ടോ. ഇഞ്ചി നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും പോകാതെ എളുപ്പം തന്നെ തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ നമ്മൾ പിച്ചാത്തിയൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ പോകാറില്ലേ. അപ്പൊ അതൊന്നും പോകത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്ന് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്ത് എടുക്കാനും പറ്റും. അടുത്തതായിട്ട് പപ്പടം സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഉലുവ ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പപ്പട പാക്കറ്റ് അടച്ചു വെച്ചാൽ മതി. പപ്പടം കേടാവാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചു പോകാറുണ്ട് അല്ലേ. അപ്പൊ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ കത്രികയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആട്ടോ. നമ്മൾ ഡെയിലി അടുക്കളയിൽ ഉപയോഗിക്കുന്ന പിച്ചാത്തിയൊക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ മുറിച്ചു പോകും. അപ്പൊ അതിനായിട്ട് ഇതുപോലെയുള്ള സെറാമിക് കപ്പിന്റെ പുറം ഭാഗം കൊണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ പിച്ചാത്തി ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. രണ്ട് സൈഡും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പിച്ചാത്തിക്ക് മൂർച്ച പെട്ടെന്ന് തന്നെ കൂടിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന ഗ്രേറ്ററിനൊക്കെ മൂർച്ച പോകാറുണ്ട് അല്ലെ. അപ്പൊ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അതിന്റെ മൂർച്ച കൂട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു സെറാമിക് കപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് മൂർച്ച കൂട്ടിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നുള്ള ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാല് അത് കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും. പാല് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് അത് തിളച്ച് പോകാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു മരത്തിന്റെ തവി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് തിളയ്ക്കുന്ന പാത്രത്തിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാല് തിളച്ച് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഗോതമ്പൊടി, അരിപ്പൊടിയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണങ്ങിയ കറിവേല വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പ്രാണിയൊന്നും കയറാതിരിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്ക് മൊബൈൽ പെട്ടെന്ന് ഒന്ന് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് മൊബൈൽ സ്റ്റാൻഡിലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ പ്ലഗിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിനുള്ള കുഞ്ഞു ടിപ്പാട്ടോ. നമ്മുടെ അടുത്ത ടിപ്പിനായിട്ട് നമുക്ക് കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് ഒന്ന് എടുക്കാം. ഇതിലേക്ക് അതിന് ആവശ്യത്തിനുള്ള കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
നമുക്ക് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും കറയൊക്കെ പറ്റിയിരിക്കുന്ന നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഈ ഒരു മിക്സ്ചർ വെച്ച് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുണ്ടോ കിട്ടിയത്. ഈ സെയിം മിക്സ്ചർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ടാപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ കറ പോലെ പിടിച്ചിരിക്കുമല്ലോ, അപ്പം അത് പെട്ടെന്ന് പോകാനും ഈ സെയിം നമ്മുടെ കോൾഗേറ്റും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് തേച്ച് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പൊന്ന് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. പൊടിയുപ്പിട്ടിട്ടാണെങ്കിൽ ചെയ്യാം, പക്ഷെ കല്ലുപ്പാണ് കുറച്ചുകൂടെ മൂർച്ച കൂടാൻ വേണ്ടിയിട്ട് നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലേഡ് നല്ലപോലെ മൂർച്ച കൂടി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് വെക്കുന്ന നമ്മുടെ മിക്സറി ജാറിനൊക്കെ ഫൗൾ സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ നാരങ്ങയുടെ തൊലിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ നമ്മുടെ ഇതിൻ്റെ ഫൗൾ സ്മെല്ല് മാറാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആണ്. അടുത്തതായിട്ട് നമ്മുടെ തമ്പനയിൽ കണ്ട മെയിൻ ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പൊ ഞാനിത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കല്ലുപ്പാണ്. ഞാനപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറു തീയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കളർ ഒന്നും മാറണ്ട, ഇത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെയുള്ള ഒരു ടവലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണി ഉണ്ടല്ലോ അതിലേക്കാണെങ്കിലും ഈ ചെറു ചൂടോടുകൂടി തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇപ്പൊ ഞാനിതൊരു കിഴിയാക്കി കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ചെറിയ നമ്മുടെ ജോയിൻസിന്റെ അവിടേക്ക് വരുന്ന വേദനകളുണ്ടല്ലോ, ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കിഴി കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേദന കുറയാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഉപ്പും മഞ്ഞപ്പൊടിയും നല്ലതാണ്. അപ്പോൾ ഉപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീർക്കെട്ടൊക്കെ ഉള്ളത് എല്ലാം വലിച്ച് എടുക്കുകയും ചെയ്യും. നമ്മുടെ ഉപ്പൂറ്റിക്കും ഇതുപോലെ തന്നെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. കാലിലും കയ്യിലും അതുപോലെ നമ്മുടെ നടുവിനും ഒക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സെയിം രീതിക്ക് തന്നെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.